കണ്ണുകൾ കൊണ്ട് രചിച്ച അപൂർവ പുസ്തകത്തിന്റെ ചർച്ചയൊരുക്കി ഗ്രന്ഥശാല പ്രവർത്തകർ. ശരീരത്തിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗബാധിതനായ PS കൃഷ്ണകുമാർ രചിച്ച നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന പുസ്തകത്തിന്റെ ചർച്ചയാണ് സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ഗ്രന്ഥശാലയുടെയും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ആദരവും ഒരുക്കി. ശരീരത്തിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗബാധിതനായ PS കൃഷ്ണകുമാർ രചിച്ച നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും ഇതോടനുബന്ധിച്ച് ആദരവും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ഗ്രന്ഥശാലയുടെയും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും സംഘാടനത്തിലാണ് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ പരിപാടി സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ VM രാജ്മോഹൻ പുസ്തക പരിചയം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് N രാജൻ പിള്ള അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ R അരുൺകുമാർ, M സുരേഷ് കുമാർ, ഇടക്കുളങ്ങര ഗോപൻ, A സജീവ്, S ശിവകുമാർ, NS അജയകുമാർ, സബിതാജി നായർ, ഗ്രന്ഥകർത്താവ് PS കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. ജന്മനാ തന്നെ അപൂർവ രോഗം ബാധിച്ച കിടപ്പിലായ കൃഷ്ണകുമാർ പ്രത്യേകം വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ണുകൾ കൊണ്ടാണ് പുസ്തകരചന പൂർത്തിയാക്കിയത്. രാജ്യത്ത് തന്നെ അപൂർവമായ രീതിയിൽ പുസ്തകരചനയിലൂടെ ശ്രദ്ധേയനായ കൃഷ്ണകുമാറിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്ന സുഹൃത്തുക്കളെയും ചടങ്ങിൽ ആദരിച്ചു. സ്വന്തം മനസ്സിൽ പതിച്ച കാര്യം അതൊരു പേപ്പറിന്റെ പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രതലത്തിലേക്ക് ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വരണം എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ച തികച്ചും പരിമിത ശേഷി ഇന്നിപ്പോൾ നമുക്ക് പറയാനില്ല. പരിമിത ശേഷിക്ക് അപ്പുറത്തേക്ക് ഒരു പൂർണ്ണ ശേഷിയുള്ള മനുഷ്യനായി കൃഷ്ണകുമാർ വളർന്നു എന്നതിന്റെ തെളിവാണ് നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന് പറയുന്ന അതുപോലെ ഉള്ളൊരു പുസ്തകമാണ് ഇത്. ഇതൊരു യാത്രാവിവരണമല്ല, യാത്രാവിവരണം മാത്രമല്ല. ഇത് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രചോദനാത്മക പുസ്തകം മാത്രമല്ല. ഇതിനെ വേണമെങ്കിൽ ഒരു ചരിത്ര പുസ്തകമായിട്ട് നമ്മൾ എടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചപ്പാടുകൾ, വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.